ഖുർആൻ ആദ്യം തെളിവിടിക്കുന്നത് ഖുർആനല്ലേ? ഖുർആനിൽ ഇതിൽ വല്ല തെളിവുണ്ടോ പ്രവാചക പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പറയാൻ, അല്ലെങ്കിൽ പ്രവാചകനെ കൊണ്ട് സ്നേഹിക്കാൻ? പ്രധാനമായിട്ടൊരു കട കൂട്ടിക്കൊണ്ടു വരുന്നൊരു വിഷയം ബിദ്അത്താണെന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ പോലും എൻ്റെ ഈ ശറഈയായിട്ടുള്ള ബിദ്അത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫകുല്ലു മാലം യദുല്ലു അലൈഹി ദലീലു ശറഈ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ശറഈനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ശറഈന് നിരക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് ദലാലത്ത് അല്ലെങ്കിൽ ബിദ്അത്തുൽ ദലാല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു സംശയം വരെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഉമർ അള്ളാഹുവിനും അതേമാതിരി സിദ്ദീഖ് അള്ളാഹുവിനൊക്കെ എവിടെ നമ്മൾ മക്കയിലും അതിനെ ഇവിടെ ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണില്ല, ഈ മൗലൂദോ അല്ലെങ്കിൽ നബിദിന ആഘോഷമോ അങ്ങനെ ഒരു നടക്കേണ്ട സ്ഥലത്ത് എന്തില്ല, നടക്കണില്ല. സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഒരാൾ പ്രവാസ ലോകത്തേക്ക് പോയി തിരിച്ചു വന്നാൽ അവൻ എന്താകുന്നു, വഹാബിയാവുന്നു അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓരോ മുഅ്മിനും കൊതിയോടെ കാത്തിരിക്കുന്ന, അവന്റെ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന റബീഉൽ അവ്വലിന്റെ രാവുകൾ നമ്മിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ലോകത്താകമാനമുള്ള മുസ്ലിം സമൂഹം അവന്റെ ഈമാനിന്റെ ഭാഗമായ പ്രവാചക സ്നേഹം പ്രവാചകനോട് ഇങ്ങനെ പ്രകീർത്തനങ്ങളിലൂടെയും മറ്റു മൗലിദ് സദസ്സുകളിലൂടെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലും ഒരു വിഭാഗം ആളുകൾ പ്രവാചക സ്നേഹവും പ്രവാചക സ്നേഹത്തോട് ബന്ധിച്ച് നടത്തുന്ന മൗലീദുകളും മറ്റുള്ള നബിദിനാഘോഷവുമെല്ലാം ഒരു പ്രാമാണിക വിരുദ്ധമാണ്, ഇതൊരിക്കലും ഇസ്ലാമിന് യോജിച്ചതല്ല, ഇത് ശിർക്കാണ്, ബിദ്അത്താണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം കടന്നു വരുന്നുണ്ട്. നാം ഇന്ന് മിസ്റ്ററി പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ആ വിഭാഗത്തിൻ്റെ ഈ ആട്ടിൻ തോലഞ്ഞ ചെന്നായ്ക്കളെ പോലെ ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാൻ തകർക്കാൻ അവർ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൽ വരുന്ന സംശയങ്ങളും അതിനുള്ള മറുപടികളും ഒരു ചർവിത ചർവണം നടത്തുക എന്നുള്ളതാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമകാലിക സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അവർ പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ എന്ത് കാര്യത്തിലും ഇസ്ലാമിക തെളിവെടുക്കുമ്പോൾ അതിലെ ഖുർആനികമായ വചനങ്ങളാണ് നമ്മൾ എപ്പോഴും തെളിവെടുക്കാറുള്ളത്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ, അഥവാ ഈ പ്രവാചകന്റെ ഇത് ആഘോഷിക്കുക അല്ലെങ്കിൽ നബിദിനെ ആഘോഷിക്കുക എന്നുള്ള വിഷയത്തിൽ ഏതുതരം ആയത്താണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഖുർആനിക വചനം എന്താണെന്നാണ് എന്താണ് കുറെ വഹാബികളും കുറെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന ആദ്യ ചോദ്യം, അഥവാ എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്നാണ് ആദ്യ ചോദ്യം. അതെ, നമ്മൾ സാറിന് കിതാബിന്റെ ഒരു നമ്മൾ തെളിവ് കുടിക്കുമ്പോൾ ഒരു ശ്രേണി ഉണ്ടല്ലോ. ആദ്യം ഖുർആന്, അത് കഴിഞ്ഞാൽ പിന്നെ ഹദീസ്, അതിനെ പിന്നെ ഇജ്മാ, ഖിയാസ്, ഓർഡറാണ് നമ്മളിപ്പോൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്, എടുക്കാറുള്ളത്. ഇതില് നമ്മള് ഇതിന്റെ പൗരാണികമായിട്ടുള്ള ചരിത്രങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഉലമാക്കൾക്കിടയിൽ തന്നെ കുറെ ഇഖ്തിലാഫ് ഉണ്ടായൊരു വിഷയമാണ്. ഇപ്പൊ നമ്മള് ഫാക്കിഹാനി തങ്ങള്, ഇമാം ഫാക്കിഹാനി ഒക്കെ ഇതിനെതിരെ വളരെ റൂഡായിട്ടുള്ളൊരു ക്രിറ്റിസൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹം അൽ ബിദ്അത്തും അഹ്ദസു അൽ ബത്താലു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സദസ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. വലൽ ഉലമാഉൽ മുദയ്യിനു ഇമാം അതിനൊക്കെ എതിർക്കുന്നതായിട്ട് കിതാബുകൾ കാണാല്ലേ. ഇമാം അതിനെതിരായിട്ട് ഒരു കിതാബ് തന്നെ അൽ ഹാവി അൽ ഫത്താവിൽ ബാബുൽ വലീമത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വാതകല്ലമു അലൈഹി ഹർഫൻ ഹർഫാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് എതിരായിട്ട് ഓരോ ഹർഫിനും ഗണ്ണിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തിമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളിതിലിപ്പോ ഇവര് ചോദിച്ചത് ഖുർആൻ ആദ്യം തെളിവിടിക്കുന്നത് ഖുർആനല്ലേ? ഖുർആനിൽ ഇതിൽ വല്ല തെളിവുണ്ടോ പ്രവാചക പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പറയാൻ, അല്ലെങ്കിൽ പ്രവാചകനെ കൊണ്ട് സ്നേഹിക്കാൻ? നമ്മൾ ഖുർആൻ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണ് മാർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, പ്രവാചകരെ അങ്ങേ അയച്ചിട്ടുള്ളത് സർവ്വലോകർക്കും റഹ്മത്തായിട്ടാണ്. ഇനി നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ വീണ്ടും നമുക്ക് സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. കുൽ ബി ഫദ്ലില്ലാ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തിൽ കാണാം, ഫബിദാലിക ഫൽയഫ്റഹു, കുൽ ബി ഫദ്ലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, സന്തോഷിക്കുവിൻ, സന്തോഷം പ്രകടിപ്പിക്കുവിൻ. അപ്പോൾ ഇനിയിപ്പോൾ ഖുർആൻ കൊണ്ടല്ലേ ഒരിക്കൽ എപ്പോഴും തെളിവിട്ടുള്ളൂ. ഖുർആൻ ഒരു ഭാഗത്ത് എന്ത് പറഞ്ഞു, നബി തങ്ങൾ റഹ്മത്ത് ലോകർക്ക് മുഴുവൻ റഹ്മത്താണ് പറഞ്ഞു. ഒരു ഭാഗത്ത് എന്ത് പറഞ്ഞു, റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു പറഞ്ഞു. അപ്പൊ അതിന് ചേർത്ത് വെക്കുമ്പോൾ എന്താ, പ്രവാചകനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അപ്പൊ അതിനകത്ത് പ്രവാചക നിയോഗം കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. അത് തന്നെയാണ് ഇപ്പൊ നബിദിനാഘോഷം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഖുർആനികമായ തെളിവിൽ ഒരു അപാകതയുമില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങളും അതുപോലെ തന്നെ റാസി ഇമാമൊക്കെ ഇതിന് വ്യക്തമായിട്ട് അവരുടെ തഫ്സീറുകളിൽ പറയുന്നുണ്ട്. ഈ ഹുബ്ബിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫത്തുൽ ബാരിന്റെ ഒക്കെ മുസന്നിഫായിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ ഒരു ഹദീസ് തെളിവെടുക്കുന്നു. ഇപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നസൂമ് ശുക്രൻ ലില്ലാഹി എന്ന് പറഞ്ഞിട്ട് പഠിച്ചവനക്ക് ഒരു ശുക്രായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്
അവർ നോമ്പെടുക്കുന്നതെന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. അപ്പോൾ വൈ ഞാമത്തിൻ ആലമിൻ ഞാമത്തിൻ ബൗസിയാദൻ നബി വഹാദിൻ നബി റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഈ ഒരു പ്രവാചകന് ഒമാർ സല്ലാഖ് എല്ലാ റഹ്മത്തിൻ്റെ ആലമീനോട് പറഞ്ഞു, ഈ സർവ്വലോകർക്കും അനുഗ്രഹീതനായിട്ടുള്ള ഈ പ്രവാചകന്റെ ഈ നിയോഗം അതിനും വലിയ റഹ്മത്ത് എന്താണുള്ളത്, അതിനപ്പം എന്തായാലും നമ്മൾ ഞാമത്ത് ചെയ്യണം എന്നുള്ളൊരു. അപ്പോൾ ഈ ഇബ്നു ജൗസി തങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട്, ഈ പാവങ്ങൾക്കിടയിലും ഹുബിന്റെ ഒരു സ്ഥാനം എന്നുള്ളത് വളരെ മഹത്താക്കപ്പെട്ട ഒരു സ്ഥാനം ഈ ഹുബിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ജൗസി തങ്ങളൊക്കെ അവിടെ. സത്യം പറഞ്ഞാൽ ഈ വഹാബികൾക്ക് പ്രവാചകൻ നേരെ മനസ്സിലായിട്ടില്ല. കാരണം നമ്മള് പ്രവാചകനെ ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങൾ പ്രവാചകനെ പ്രതിഷ്ഠിച്ച് അതിനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ ഓരിപ്പോൾ എന്താ പ്രവാചകൻ, ഇപ്പം നമ്മളെ വിശ്വാസപ്രകാരം പ്രവാചകന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ്, അവർക്ക് നമ്മളെ ഇസ്ലാമിൽ മുസ്ലിം അല്ലാതെ നമ്മൾ ഒരിക്കലും സുന്നികൾ പറയുന്നില്ല. പക്ഷേ ഇനിയിപ്പം ഈ വഹാബികൾ ഇപ്പം ഈ നിബിധനാഘോഷം മോശമായി ചിത്രീകരിക്കുന്ന അവരെടുത്ത് നോക്കിയാൽ ഒരു മുസ്ലിം അല്ല എന്ന് പറയും. പ്രവാചകൻ സാധാരണ മനുഷ്യനെ പോലെയാണെന്ന് അവർ പറയാം, ഒരു പ്രത്യേകമായ സ്ഥാനമൊന്നുമില്ല. പക്ഷെ മുസ്ലിം സമൂഹം പ്രവാചകനെ നോക്കുന്ന ആ സ്ഥാനമാനങ്ങൾ അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ നബിദിനാഘോഷത്തെ ഇത്രയും വിമർശനാത്മകമായിട്ട് വരും ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ പ്രധാനമായിട്ടൊരു കൂട്ടിക്കൊണ്ടുവന്ന് വരുന്നൊരു വിഷയം ബിദ്അത്താണെന്നുള്ളതാണ്. ഈ ബിദ്അത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും. ബിദ്അത്ത് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന എന്താ, ആ ബിദ്അത്ത് മുഴുവൻ തൊലാലത്താണ്. ഈ നബിദിനം എന്താണ്, ബിദ്അത്താണ്, പുതിയ ഉണ്ടായതാണ്. പക്ഷെ ഈ കുല്ലു ബിദ്അത്തിൻ തൊലാല എന്ന് പറഞ്ഞത് ശരിക്കും ശറഈയ ബിദ്അത്തിനെ കുറിച്ചാണ്. അതിന്റെ ഡെഫിനിഷനിൽ നമ്മളെ ഇബ്നു തൈമി പോലും എൻ്റെ ഈ ശറഈയ ആയിട്ടുള്ള ബിദ്അത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫകുല്ലു മാലം യദുല്ലു അലൈഹി ദലീലു ശറഈ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ശറഈനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ശറഈന് നിരക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് തൊലാലത്ത് അല്ലെങ്കിൽ ബിദ്അത്തിൽ തൊലാല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇബ്നു തൈമിയ വഹാബികൾ അംഗീകരിക്കുന്ന ആളാണ്. വഹാബികൾ അംഗീകരിക്കുന്ന ആള് പോലും എന്താണ് ശറഈയായ കാര്യങ്ങൾക്കെതിരായത്. ഫതഹുൽ ബാരിലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, ബിദ്അത്ത് വൽ മുറാദു ബി, അതുകൊണ്ട് ഉദ്ദേശം മാ അഹദസ പുതുതായി ഉണ്ടായ ഒരു കാര്യമാണ്. വലൈസ ലഹു അസ്ലുൻ ഫി ശറഈ, ശറഈൽ എന്തില്ല, അസില്ല. അപ്പൊ അത് തന്നെ മനസ്സിലായി, പുതുതായി ഉണ്ടായ എല്ലാതും ബിദ്അത്തല്ല. അങ്ങനെയാണെങ്കിൽ പൊതു പറയുന്ന രസകരമായ സംഭവം, ഇതാരെ ബിദ്അത്താണെന്ന് പറയണ അറിയോ? നബിതങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ബിദ്അത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് കയറിയിട്ട് മലയാളത്തിൽ കുത്തുബ പോകുന്ന ഒരു വിഭാഗം ആളുകളാണ് ആര്, വഹാബികള്. അത് ഓരോട് നബിതങ്ങൾ മലയാളത്തിൽ കുത്തുബ എഴുതിക്കണോ? ഇല്ല. അപ്പൊ ബിദ്അത്തല്ലേ? അല്ല. അപ്പൊ ശരിക്കും അപ്പൊ വിധേയത ആവണല്ലോ ഓരോ വാദപ്രകാരം. പക്ഷെ വിധേയത്തല്ല. കാരണം എന്താ, നബിതങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അത്ര ചെയ്തത്. അതുകൊണ്ട് എന്തല്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ പറയാം. അപ്പൊ അവിടെ ഈ വിധേയത്ത് ബന്ധിക്കുന്നില്ല. അതൊരു വിരോധാഭാസം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വൈരുദ്ധ്യം ഇപ്പൊ നമ്മള് മൗലൂദൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അൽ മുർഷിദ് പോലുള്ള കിതാബുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കെ എം മൗലവി പോലുള്ള അല്ലെങ്കിൽ അഹമ്മദ് റഷീദ് മൗലവി പോലുള്ള ആൾക്കാരൊക്കെ വളരെ മഹത്തായ രീതിയിൽ മൗലൂദ് കൊണ്ടാടിയതും പ്രവാചകന്റെ വസ്തു പറഞ്ഞതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവർ ഇതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ ഒരു മജ്മുഅ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുക, അങ്ങനെയുള്ള വേദികളൊക്കെ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറബി ഭാഷയിൽ ഇത് പറ്റൂല, എല്ലാവർക്കും സ്വായത്തമാകാൻ കഴിയണില്ല എന്നുള്ളൊരു ആശയം വെച്ചിട്ട് പിന്നെ മലയാളത്തിൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ നമ്മുടെ ഹുത്തുബന്റെ കാര്യമൊക്കെ അതേപോലെ തന്നെയാണ്. ഈ മൗലൂദിന്റെ വിഷയം കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ആണെങ്കിൽ പോലെ എന്തായിട്ടില്ല, ഈ നബിദിനാഘോഷം മൗലൂദ് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഒരു ഒന്നാമത് മെയിൻ കാരണം നിങ്ങൾ മദ്ഹബിൽ ഇമാമുകളും ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന ചോദ്യം. അപ്പോൾ അതിന് നമ്മളൊരു മക്കൾക്ക് ഇപ്പോൾ സാധാരണ പറയാനുള്ള ഇപ്പോൾ യഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന സിദ്ദീഖീന ശുഹദാഇ വസ്സാലിഹീൻ എന്നറിയില്ലേ. ഇപ്പോൾ സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ മൗലൂദിൻ്റെ ഒരു അഭ്യർഭാവം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാഹിബുൽ ഇർബൽ മലിക്കുൽ മുളഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിതാബിൽ ഇപ്പോൾ സുയ്യൂത്തി ഇമാമിൻ്റെ അൽ ഹാവി അൽ ഫത്താവ എന്നുള്ള കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. മുളഫർ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടാടുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ 10,000-ഓളം വരുന്ന കോഴികളെയും 30,000-ഓളം വരുന്ന ആടുകളെ ഇറക്കുന്നുണ്ട്. അതേപോലെ 30,000 തളിക മധുരങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു ആഘോഷത്തിലേക്കാണ് അന്നൊക്കെ, ആഘോഷത്തിലൂടെയാണ് മുളഫർ രാജാവൊക്കെ നബിദിനം കൊണ്ടാടിയിരുന്നത്. ഇവർ മനസ്സിലാക്കിയ ഈ ഒരു രീതി മാറിപ്പോയതാണ്. അപ്പൊ ഇവര് നിഷേധിക്കുന്നത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സംഘടിത രൂപമാണ്. ഉദാഹരണത്തിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്തുണ്ട്, ബഹുമാനപ്പെട്ട പ്രവാചക തിരുമേനിക്ക് എത്രത്തോളം സ്നേഹം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സ്നേഹം നൽകിക്കൊണ്ട് സർവ്വസമയത്തും പ്രവാചക പ്രകീർത്തനങ്ങൾ പാടി നടന്നിരുന്ന ഹസ്സാൻ സാബ്ദുള്ളാഹിനുണ്ടായിരുന്നു. അതിനൊരിക്കലും വിധത്തില്ല. രസകരമായ ചരിത്രം പറയുന്നുണ്ട്. പള്ളിയിലൂടെ ഒരു ദിവസം ഹസ്സാൻ സാബ്ദുള്ളാഹിനു നബികളെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തനം പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ നിർബന്ധിച്ചു. മറന്നാനു നമ്മുടെ പറ്റൂല. ഹസ്സാൻ സാബ് രസകരമായിട്ട് കാര്യം പറയുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക, പ്രവാചകങ്ങളുടെ ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്,
പള്ളിയിലൂടെ ഇതുപോലെ പാടി നടക്കുന്നുണ്ട്, പ്രവാചകനക്ക് പ്രകീർത്തനങ്ങൾ പാടാൻ മെമ്പർ കെട്ടി തന്നിട്ടുണ്ട്, പിന്നെ നിങ്ങളെങ്ങനെ എതിർക്കുക? ഉമർ തന്നെ മനസ്സിലാക്കേണ്ട പ്രവാചകനും അതെന്താണ് സ്നേഹത്തിന്റെ ഭാഗമാണ്, അത് അനുവദനീയമാണ്. അത് പിന്നെ ഉമർദാന്റെ കാലത്തും മിമ്പറൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർദാന്റെ കാലത്തും ആ മിമ്പർ അങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ ഇവര് പറയുന്നത് എന്താണ് നിങ്ങൾ പ്രത്യേകമായ ഒരു ദിവസം ഉണ്ടാക്കുന്നത്? നമ്മളങ്ങനെ പറയണില്ല, എപ്പോഴും പ്രവാചകനെ സ്നേഹിക്കണം. സ്വഭാവത്തെ അങ്ങനത്തെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ അവർക്ക് സാധിച്ചില്ല. സുബർമാനൊക്കെ ചരിത്രം കിട്ടുന്നല്ലോ, ഇത് അങ്ങനെ ഓടി വന്നിട്ട് ഇത് ഞങ്ങളെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. എന്താ സുഖം എനിക്ക് പറ്റി? ഇത് പ്രവാചകൻ പറയണത് ഒന്നുമില്ല പ്രവാചകനെ, എനിക്ക് അങ്ങില്ലാതെ ഒരു നിമിഷം പോലും കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെന്താ എപ്പോഴും ഇപ്പൊ എന്നെ കാണാലോ, ഇപ്പൊ എന്ത് സങ്കടം. ഇപ്പൊ എനിക്ക് നബിതങ്ങളെ എപ്പോഴും കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ മരിച്ചു പോയാൽ സ്വർഗത്തിലെത്തിയാൽ പോലും അഥവാ സ്വർഗത്തിലാണെങ്കിൽ പ്രവാചകൻ അങ്ങ് അമ്പിയാക്കളോട് കൂടെ വലിയ മർത്തബിയിലാകുമല്ലോ, അപ്പൊ എനിക്ക് നബിതങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നരകത്തിലാണെങ്കിൽ പിന്നെ എന്തായാലും പറ്റില്ലല്ലോ. അപ്പോ ഖുർആനിനെ അള്ളാഹു തആല ആയത്തിറക്കാണ്, അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടവർ അത് പ്രവാചകരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ആയിരിക്കുന്ന ആയത്തിറക്കാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രവാചകനെ ആ സ്നേഹം അവരെപ്പോഴും സ്വഭാവത്തിൽ നിർത്തിയിട്ടുണ്ട്. ഓരോ സ്വഭാവത്തും സദാസമയത്തും നിർത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞപ്പോ നമ്മള് കുറവാണ്. നമ്മളിപ്പോ ആ സ്നേഹമൊക്കെ പാടെ കൂട്ടി എവിടേക്ക് മാത്രം ഒതുക്കിക്കാണ്, റബീഉൽ ലെവലിലേക്ക് മാത്രം. അതിന് നമ്മള് ഇപ്പൊ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസം എന്ന് പറയുമ്പോൾ പ്രവാചകനോട് ഇപ്പൊ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് ഉദാക യൗമിൻ ബുലിത്തു ഫീഹി ഉദാക യൗമിൻ ബുഇസ്തു ഫീഹി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പിന്നെ നിഅമത്തുൽ കുബ്ര അൽ ആലം എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഹജറുൽ ഹൈതമി തങ്ങള് ഇബ്നുൽ ഹൈതമി തങ്ങൾ പറഞ്ഞാൽ ഒരുപാട് മഹാപണ്ഡിതനാണ്, ഒരുപാട് കിതാബുകൾ എന്തിയിട്ടുള്ളതാണ്, രചിച്ചിട്ടുള്ള പണ്ഡിതനാണ്. അപ്പൊ ഇബ്നു ഹജർ തങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയം അവിടെ പറയുന്നുണ്ട്. അവിടെ ഓരോ സ്വഹാബത്തും പറഞ്ഞ അബൂബക്കർ പറഞ്ഞ ഉമർ അള്ളാനും മൗലൂദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മൗലൂദിനെ പറ്റി പറയുന്നുണ്ട്. മാൻ അള്ളമ മൗലൂദ് നബി ഫഖദഹി അൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ അള്ളാഹു പറയുന്നുണ്ട്. ഇസ്ലാമിനെ ജീവിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഉമർ അള്ളാഹിന് ഹുബിന്റെ ഒരു സാമീപ്യം മനസ്സിലായി എന്നുള്ളതാണ്. മൗലൂദിനെ അനുകൂലിച്ചേ പറഞ്ഞിട്ട് അബൂബക്കർ അവിടെ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. എന്റെ മൗലിദിന് വേണ്ടി ആരെങ്കിലും ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ റഫീഖായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു പറയാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം സ്വഭാവത്തിൽ നൽകിയിട്ടുണ്ട്. ഇതെന്താണ് പല പണ്ഡിതന്മാരും കിതാബുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു സംശയം വരാൻ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഉമർ അള്ളാഹുനും അതേമാതിരി സിദ്ദീഖ് അള്ളാഹുനൊക്കെ എവിടെ നമ്മുടെ മക്കയിലും അതിന്റെ ഇവിടെ ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണില്ല, ഈ മൗലൂദോ അല്ലെങ്കിൽ നബിദിന ആഘോഷമോ അങ്ങനെ ഒരു നടക്കേണ്ട സ്ഥലത്ത് എന്തില്ല നടക്കണില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കുറെ ആൾക്കാർ എന്തുണ്ട് ഇതിന്റെ മേലാണ് ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. അവിടെ നടക്കാതെ അതായത് നിങ്ങളെ ഹോളിൽ ആരും നടക്കാത്ത സാധനം എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്? ഈ ഒരു വിഷയം ഇപ്പൊ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഒരാൾ പ്രവാസ ലോകത്തേക്ക് പോയി തിരിച്ചു വന്നാൽ അവൻ എന്താകുന്നു, വഹാബിയാകുന്നു, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാകുന്നു. ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം പ്രതിസന്ധിയുമാണ്. നിന്റെ അമ്മായി എന്നോട് ഒരിക്കലും പറഞ്ഞു എന്ത്, ഞാൻ അപ്പൊ എന്ത് ചെയ്തു, ഗൾഫിൽ പോയി, അവിടെ നബിദിനാഘോഷമൊന്നുമില്ല, അവിടെ തറാവി ഇത്രയൊക്കെ ഇവിടെ എന്താ സുന്നികൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ശരിക്കും മക്കയിലും മദീനയുള്ള യഥാർത്ഥ ദീന് എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അംഫർത്തിന്റെ ഡയറിക്കുരുത മുസ്ലിംസ് ബൈ ഇൻ ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞ ഒരു അംഫർ തന്റെ ഡയറി കുറിപ്പുകൾ എഴുതി വെക്കുന്നുണ്ട്. അവിടെ അതിൽ കൃത്യമായിട്ട് ഈ ഒരു അബ്ദുൽ വഹാബിന്റെ അതുപോലെ തന്നെ അബൂ സഊദിന്റെ ഒക്കെ മക്കയിലേക്ക് നടത്തിയ തേരോട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ മാത്രമല്ല, ഗൾഫ് സലഫിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കില് ഒരു സലഫിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ അവരെന്തോ വാദിക്കണം അറിയോ, മക്കയിലും മദീനയിലും ഒരുപാട് മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നു, ഖബറാരാധന നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓരൊക്കെ എന്ത് ചെയ്തു, 1 ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിന് ശേഷമാണ് എന്ത് ചെയ്തത്, വഹാബിസം മക്കയിലും മദീനയിലും എന്ത് ചെയ്തത് ഉയർന്നു വന്നത്. നമ്മൾ പറഞ്ഞത് ഇതിപ്പോ എത്ര നടക്കണം അറിയോ, 1924 കാലഘട്ടത്തിലാണ് അവസാനിക്കുന്ന ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതുവരെയും യഥാർത്ഥമായ ഇസ്ലാം ഈമാനോടെ ഉണ്ടായിരുന്നു. അവിടെ കുബ്ബകൾ ഉണ്ടായിരുന്നു, അതിന് കൃത്യമായ തെളിവുകൾ ഇപ്പോഴും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അവിടെ കുബ്ബകൾ ഉണ്ടായിരുന്നു, അതുപോലെ മിനാരങ്ങൾ ഉണ്ടായിരുന്നു, കബറുകൾ കെട്ടിപ്പൊക്കിയിരുന്നു, അതിനൊക്കെ ബോംബിട്ട് തകർക്കുക ചെയ്തിരുന്നു. ഇന്നും പല വഹാബി സ്റ്റേറ്റുകളിൽ നിന്ന് ഈ റൗള ഷരീഫ് തകർക്കാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വഹാബികളായിട്ട് പോലും എന്തുകൊണ്ട് തകർക്കുന്നില്ല എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അവർക്ക് പേടിയാണ് പ്രവാചകന്റെ റൗള ഷരീഫിൽ എന്ത് ചെയ്യാം കൈയടക്കാൻ. അപ്പൊ ലോക സമൂഹം മുഴുവൻ എന്താവും അവർക്കെതിരാവും.
അപ്പൊ അതിനുള്ളൊരു ഉത്തരം ഇതാണ്. അവിടെ യഥാർത്ഥമായ ദീനിഷിയാകൾ ഉണ്ടായിരുന്നു, വഹാബിസം അവിടെ കടന്നുകൂടുന്നതിന് മുമ്പ്. അല്ല, ഈ സുന്നികളല്ലാത്തവരൊക്കെ മെയിൻ ആയിട്ട് കൗണ്ടർ ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അവർക്ക് ഇത് കൃത്യമായിട്ട് ചരിത്രം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകന് ജനിച്ച ദിവസം മാത്രമല്ല വഫാത്തായ ദിവസം കൂടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അനുശോചനം നടത്താതെ ആഘോഷം നടത്തുന്നുള്ള ഒരു ചോദ്യം. ഇതേ ചോദ്യം ഞാൻ ഒരു ജമാഅത്ത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ജമാഅത്ത് ഇസ്ലാമി. അപ്പൊ അവിടെ നിന്ന് ഒരു സാറിനോട് ചോദിച്ച ചോദ്യമാണിത്. നമ്മള് നബി ജനിച്ച ദിവസവും നബി വഫാത്ത ദിവസവും വേറെ 12. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ദുഃഖാചരണം നടത്തുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാമിക അടിസ്ഥാനങ്ങൾ ആ പുസ്തകം അറിയാത്തതുകൊണ്ടല്ല, ഞാൻ സാറിന് അറിയാത്തതുകൊണ്ടാണ്. അവിടെ എന്താ ഇസ്ലാമിന് താസിയത്ത്, സങ്കടത്തിന്, അനുശോചനം, ദുഃഖാചരണത്തിന് 3 ദിവസത്തിന് അപ്പുറത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. സന്തോഷം അങ്ങനെയല്ല. അമ്മാബി നിഅമത്ത് റബ്ബിക ഫഹദിസ്, അള്ളാന്റെ നമ്മൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അതിന് കണക്കും പരിധിയിൽ എത്രയും എന്ത് ചെയ്യുക, എപ്പോഴും സന്തോഷം നിഅമത്തുകളും എപ്പോഴും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മറുപടി ഇത്ര പറഞ്ഞാൽ അനുശോചനം അല്ലെങ്കിൽ സങ്കടം, ദുഃഖാചരണം ഇസ്ലാമിലില്ല. അത് 3 ദിവസം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല എന്നുള്ളതാണ്. സന്തോഷം അങ്ങനെയല്ല, അത് എത്രയും സന്തോഷത്തിന് അതിർവരമ്പുകളില്ല എന്നുള്ള. പിന്നെ ഇവിടെ ചില സൂഫി ടോക്സ് ഒക്കെ വരാറുണ്ട്. ഇതിനെ എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. ശരിക്കും അതിന്റെ പരിധി എന്താ, ശറഇനോട് എതിരായിരിക്കുക എന്നുള്ളതാണ്. ശറഇനോട് ഒരിക്കലും എതിരാവാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്, നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സന്ദർഭം വെച്ച് നോക്കുമ്പോൾ നബിദിനാഘോഷം പരിധി വിട്ട് നടക്കുന്നുണ്ട്. പാട്ടുകളിൽ എന്തുണ്ട് ഇപ്പൊ ഉദാഹരണം റാലിക്ക്, ഉദാഹരണം നമ്മളെ റാലി നടക്കണതിൽ തന്നെ എത്രത്തോളം സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാര് പറയാറുണ്ട്, മ്യൂസിക്കുള്ള പാട്ടുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കില്ല. മ്യൂസിക് അറാമിയത്തിലല്ല, മ്യൂസിക് ആണെങ്കിൽ ആ പാട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിനാണ് ഇസ്ലാമിക പക്ഷവും. ഇപ്പൊ DJ ഒരാൾ നബിദിനാഘോഷിക്കാണ്, ഹറാമാണ്. പച്ചക്ക് നമുക്ക് പറയാം, ആ നബിദിന ആഘോഷമല്ല, ആ ചെയ്ത രീതി പരിധി വിട്ട് കടന്നാല് അതിപ്പോ ഏത് വിഷയം അങ്ങനെ തന്നെയാണല്ലോ. വിവാഹത്തിന് പോലും നമ്മള് പ്രത്യേകം നമ്മള് വിവാഹത്തിന് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. എപ്പോ ആ വിവാഹത്തിൽ അറാമിയത്ത് ക്ഷണം സ്വീകരിക്കുന്ന നിർബന്ധമാണ്. ആ വിവാഹത്തിൽ അറാമിയത്തുണ്ട്, നമ്മൾ പോലും കൊണ്ട് അറാമിയത്ത് നീങ്ങൂല, ക്ഷണം സ്വീകരിക്കേണ്ടെന്ന് കിതാബുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഈ നബിദിനാഘോഷം ഇങ്ങനെ അതിരുവിട്ട് നടക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു കാലത്ത് മാത്രം ഒരു പുതിയൊരു ഫിനോമിനാണെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഷെയ്ഖ് ഹദിയെ പോലെയുള്ള ആലിമീങ്ങളൊക്കെ ഈ ഫാക്കിയാനി തങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. അവർ പറയുന്നത് ഫാക്കിയാനി തങ്ങൾ ഒരിക്കലും മൗലൂദ് എന്നുള്ളൊരു ചടങ്ങിനെയല്ല അവിടെ ക്രിട്ടിസൈസ് ചെയ്തത്, മറിച്ച് മൗലൂദ് എന്ന പേരിൽ അഴിച്ചുവിടുന്ന ആഭാസത്തിനെതിരെയാണ് ഫാക്കിയാനി തങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഹദിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്ക് ഒരു മുക്കല്ലിത് നമ്മൾ ഷാഫി മദബ് തക്കീരുന്ന ആളാണല്ലോ. ശരിക്കും ഇപ്പോ ഈ വഹാബികളുടെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളിപ്പോ സമൂഹത്തിൽ ഏതൊരാളും ചോദിക്കാണ് എന്താ നബിദിനത്തിന് തെളിവ് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ. പിന്നെ നമ്മൾ ഉസ്താദുമാര് പോലും ഇങ്ങനെ ചോദിക്കാൻ നിർത്തിയിട്ടുണ്ട്. അത് ശരിക്കും എന്താണ്, വഹാബികളുടെ വിജയമാണ്. കാരണം നമ്മൾ മുക്കല്ലിദീങ്ങളാണ്. നമ്മൾ ശരിക്കും ആരെ നോക്കേണ്ടത്, ഷാഫി ഇമാം എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഷാഫി മദബിലെ മറ്റു പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാം, നമ്മൾ കേരളത്തിലെ അംഗീകരിക്കുന്ന ഇബ്നു തങ്ങളാണെങ്കിലും ഒരുപാട് കിതാബുകളിൽ, മറ്റേ ഫത്തുൽ മുഈന്റെ യാനത്തു താലിബീനിൽ കാണാൻ പറ്റും. ഈ മൗലൂദിലേക്ക് ആൾക്കാരെ വിളിക്കലും അവർക്ക് ഭക്ഷണം നൽകലൊക്കെ ഒരു സൽക്കർമ്മമാണെന്ന് യാനത്തു താലിബീനിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമ അല്ലെ ഹാവിൽ ഫത്താവയിൽ പറയുന്നുണ്ട്, അന്ന അസ്ലാമൽ മൗലിദിൻ നബി ഹുവ ഇജ്തിമാഉൻ നാസി ബിഖിറാഅത്തി മാ തയസ്സറ മിനൽ ഖുർആനി വ റിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ വിശദീകരിക്കേണ്ടത് എന്താണ്, ബിദ്അത്തുൻ ഹസനയിൽപ്പെട്ടാണ് അല്ലത്തി യുസാബു അലൈഹ, അതിന്റെ മേലെന്താവും സവാബുണ്ട്, പ്രതിഫലം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കണം. അതുപോലെ യാനത്തു താലിബില് നമ്മളെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങള് നമ്മുടെ ഫത്തുൽ മുഈനൊക്കെ ഷറാണ് വിശാലമായ. അതുപോലെ ഹാവിൽ ഫത്താവിൽ തന്നെ ഇപ്പോ ഈ ബിദ്അത്തുൻ ഹസന എന്നുള്ള പറയുന്ന അവിടെ ഈ ഷെയ്ഖ് ഇസുദ്ദീൻ എന്ന് പറഞ്ഞൊരു പണ്ഡിതന്റെ ഖവായിദ് എന്നുള്ള ഒരു കിതാബെന്ന് പറയുന്നുണ്ട്. ഇത് ഈജാബ് എന്നുള്ള നിലക്ക് വാജിബാവും, അതുപോലെ ഹറാമാവും, മക്രൂഹാവും. അപ്പൊ ഇതിന് പല വിധികളും ഉണ്ട് എന്ന് പണ്ഡിതന്മാരെ ഓൾറെഡി തെളിയിച്ചു വെച്ചതാണ് ഒരു വിഷയമാണ്. അത് ഓരോ ബിദ്അത്ത് എന്നുള്ളത് അത് നന്മയാകുമ്പോൾ അതെന്താവും, ഹസനത്താണെങ്കിൽ അത് ശരിക്കും ബിദ്അത്ത് കുല്ലും വലാർത്തിലുള്ള അത് പറയുന്നത് ഷറൈനെ കുറിച്ചാണ്. ഭാഷാർത്ഥ പ്രകാരം ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ബിദ്അത്ത് എന്താണ്, 2 രീതിയിലുണ്ട് നടക്കും. ഹസനുണ്ട്, അത് ഹസന എന്താണ്, ഹസനാണ് എന്താ ഷറഈയായതിന് എതിരാവാത്തത്. അതിലപ്പോ സുന്നത്താവും, ചിലപ്പോ വാജിബാവും.
ചിലപ്പോൾ ഒരു സമൂഹത്തിനെ പ്രബോധനം ചെയ്യാൻ ഒരു മാർഗമല്ല, ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളെങ്കിൽ ആ സമൂഹത്തിനെ സമുദ്ധരിക്കാൻ നമ്മൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ ഒരു പക്ഷേ എന്തായേക്കാം അവിടെ വാജിബായി വന്നേക്കാം. അപ്പൊ ഇനിയിപ്പോ ഇവരോട് ഇത്ര പറഞ്ഞായി പ്രവാചകൻ ചെയ്തതേ ചെയ്യുള്ളൂ, അതായത് സ്വാമത്ത് ചെയ്തേ ചെയ്തുള്ളൂ, അങ്ങനെ പറയുന്ന ആളുകള് ഇന്നെന്താ ഉണ്ട് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതാണ് ഓൺലൈനിൽ ക്ലാസ് എടുത്തിരുന്നു. സമ്മേളനങ്ങൾ വിശാലമായിട്ട് നടത്തുന്നുണ്ട്. എന്താ ഫ്ലക്സും പോസ്റ്ററൊക്കെ അടിച്ചിട്ട് പണ്ടത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ അതേപോലെ ഇപ്പൊ നിസ്കാരത്തിനുള്ള തെളിവൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹദീസില് പല ഹദീസുകളും കൂട്ടി വെക്കേണ്ടി വരും നമുക്ക്. തെളിവ് ഒരു വാവിയുടെ വെല്ലുവിളിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഖുർആൻ വെച്ചിട്ട് 5 വക്ത നിസ്കാരം, അതെ ഇന്ന ഈ ആയത്തിന്റെ നിസ്കാരത്തിന് ഈ നിസ്കാരത്തിന്റെ ഓരോ രൂപങ്ങൾ 14 റുക്കനുകൾ, എത്ര 14 അഭിപ്രായമുണ്ട്, 17 അഭിപ്രായം, പല അഭിപ്രായങ്ങളുണ്ട്. ഈ റുക്കനുകൾ ഓരോന്നിനുള്ള ആയത്തതാണ്, ഓരോന്നുള്ള ഹദീസാണെന്ന് ഏതെങ്കിലും വഹാബിക്ക് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, പല ഹദീസുകളും ഇപ്പൊ ഇല്ല. പക്ഷെ ഈ ഹദീസുകളൊക്കെ പഠിച്ച പണ്ഡിതന്മാരായിരുന്നു എന്ത്, ഷാഫിയിലെയും ഹനഫിയിലെയും മറ്റും പണ്ഡിതന്മാര്. അവര് ഈ ഹദീസുകളും ഖുർആനൊക്കെ മുമ്പിൽ വെച്ചിട്ട് എന്ത് കൃത്യമായ ഒരു രൂപം, ഒരു ഫിഖിന്റെ ശ്രേണി നമുക്ക് എന്ത് ചെയ്യുന്നു, ഉസൂൽ ഫിഖ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതനുസരിച്ച് നാലാളൊരു മദ്ഹബ് സ്വീകരിക്കാൻ എന്തായി നമുക്ക് നിർബന്ധമായി. ഇവരൊക്കെ രസം എന്താ അറിയോ, ഇതിലൊക്കെ ഓലക്ക് എന്ത് ചെയ്യണം, വഹാബികൾക്ക് ഖുർആനും ഹദീസും തെളിവാണ്. പക്ഷെ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹനഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവര് ഓരോ ഇമാമെ തള്ളാനും കൊള്ളാനും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സമകാലിക സാഹചര്യത്തിൽ ഇവര് ഉണർത്തുന്ന ഈ ഒരു തെളിവില്ല ഇതില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ പറയാനുള്ളത് എന്താ, കൃത്യമായ തെളിവുകളും കാര്യങ്ങളും പണ്ഡിതന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒന്നും പഠിക്കാതെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് ശരിയല്ല. അതൊക്കെ സുയൂത്തി ഇമാം അതിന്റെ ശരിക്കും ഉറവിടത്തിനെ പറ്റി നമുക്ക് പറയണം. ഇപ്പൊ വളരെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോട്ടാണ്. പക്ഷെ അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഇപ്പൊ ഫാക്കിയാനി ഇമാമിനെതിരായിട്ട് അൽ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് പറഞ്ഞിട്ടൊരു ബാബ എഴുതുന്നുണ്ട് ഈ ഹാവിൽ ഫത്താവിയില്. അപ്പൊ അതിലാണ് ഈ പറഞ്ഞ നഫീൽ ഇൽമു ലാ യൽസമുഹു എന്ത് അവസാനം ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ലാസിമാക്കുന്നു. ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ല എന്നുള്ളത് ഇല്ല എന്നില്ല, ലാസിമാക്കുന്നില്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞാണ്, ഇതാണ് കോട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം തെളിവുണ്ടോ ഇല്ല എന്ന് എന്ത് ചെയ്യണ്ട, തെളിവുണ്ടോ ഇല്ല എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തെളിവുകള് എല്ലാ ഭാഗത്തും നോക്കിയ ശേഷം ആയിരിക്കണം. ഈ നബിദിനത്തിലൂടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഷെറയ്യ അതിന് പുറമെ നക്കിലി ആയിക്കൊണ്ട് പറഞ്ഞോളൂ. ഉദാഹരണം ഈവൻ ഒക്ടോബർ 2-ാം തീയതി നമ്മൾ ഉദാഹരണം ഇന്ത്യയുടെ രാഷ്ട്രപതി ഗാന്ധി ജയന്തി നമ്മൾ ആചരിക്കുന്നുണ്ട്. അതേപോലെ അതിനേക്കാൾ എത്രയോ മർത്തക ഉയർന്ന ഒരു വ്യക്തിയല്ലേ നമ്മുടെ പ്രവാചകൻ. അപ്പോ എന്തുകൊണ്ടും ആ നബിയുടെ എന്താണ് നബിദിനെ നമുക്ക് ആചരിച്ചുകൂടെ? മുസ്ലിം ഒരു ഈമാൻ പൂർണ്ണമായ നബിയുള്ള എന്താണ് ഉബ്ബ് പരിപൂർണം. അപ്പൊ എന്തായാലും ഇത് ആഘോഷിക്കാൻ നിർബന്ധമാണ് എന്നൊരു ലോജിക്ക് മനസ്സിലാക്കാൻ ഇവര് മനസ്സിൽ തയ്യാറാവുകയാണെങ്കിൽ ഒന്നും വേണ്ട. ഇപ്പൊ നമുക്കൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലേ, ഇല്ലേ? പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കണം എപ്പോഴാ? ആഗസ്റ്റ് 15. അതേപോലെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പ്രവാചകൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, ഒന്ന് പ്രകടമാക്കാൻ പ്രവാചകൻ ജനിച്ച മാസത്തെ ആ ദിവസത്തെ എന്താവുന്നു കൂടുതൽ തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. അത് ലോജിക്കലി തന്നെ എന്താണ് കൃത്യമായിട്ട് ഫിക്സ് ആണ് അവിടെ. ഇനി അവിടെ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരുന്നത് പ്രമാണത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിന് വാദിക്കുമ്പോഴും അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. വിജയത്തെ ഹസൻ എന്താ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിന് കുഴപ്പമാണ്. ഇവരുടെ ലക്ഷ്യത്തിലുള്ളൂ ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാവുക, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിനിടയിലൂടെ വഹാബിയത്തിന്റെ ആശയങ്ങളെ കടത്തിക്കൂട്ടുക എന്നുള്ള. ഇപ്പൊ നമ്മള് കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഒരു കൗമിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ മൗലിദ് ആഘോഷിക്കുക അല്ലെങ്കിൽ നബിദിന ആചാരമൊക്കെ അതിലൊന്നും പങ്കെടുക്കൂല എന്ന് വളരെ വെയിറ്റില് അല്ലെങ്കിൽ അതൊക്കെ ഒരു അഭിമാനത്തോടെ പറയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഈ വഹാബികളെയും മുജാഹിദീങ്ങളൊക്കെ ഒരു വിജയമാണ്. ശരിക്ക് ഇത് കൃത്യമായ രീതിയിൽ പ്രവാചക സ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും ഓരോ മുസ്ലിമിന്റെയും ദൗത്യമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാനും ഓരോരുത്തരും എന്ത് ചെയ്യണം, തയ്യാറാകണം.
അവിടെയും ഇവിടെയും കിട്ടുന്ന റീലുകൾ ഷെയർ ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ താറടിക്കുന്ന ശീലം നാം ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായ നാം ഒരിക്കലും അതിന് മുതിരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ സൽക്കമായി സ്വീകരിക്കട്ടെ. ഇത് കാണുന്ന ആളോട് നമുക്ക് പറയാനുള്ളത്, ഇതിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റിലൂടെ എന്ത് ചെയ്യണം, ചൂണ്ടിക്കണം. അതുപോലെ തന്നെ ഇത് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇത് നെക്കൽ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമന്റിലൂടെ നിർബന്ധമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള നല്ല ചർച്ചകളുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുമായിട്ട് സംവദിക്കാം. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.